എന്നോടൊരു സബ്സ്ക്രൈബർ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ചെയ്തായിരുന്നു, ഒരു ചോദ്യമായിട്ടൊരു കമന്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് ഉത്തരം ആയി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അധികം സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതുമല്ല, ഇത് വേറെ ആൾക്കാർക്കും കൂടെ അത് ഉപകാരം, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന വേറെ ആൾക്കാരുണ്ടാകും എന്ന് തോന്നിയത് കൊണ്ടിട്ട് ഇപ്പോൾ ചെയ്യുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റിൽ ഒരു 3000 മുതൽ നല്ല എക്സ്റ്റേണൽ ഡാക്ക്, അത് പോർട്ടബിൾ ഡാക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടും. പക്ഷെ അത് വാങ്ങണോ അതോ സൗണ്ട് ക്വാളിറ്റി ഉള്ള പഴയ നല്ല മൊബൈല് ഡാക്കിന് പകരമായിട്ട് വാങ്ങിക്കണോ? അപ്പോൾ ഇതാണ് പുള്ളി ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കേണ്ടി വന്നതിന്റെ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഒരു ഡിവൈസിനും പഴയ ഫോണിന്റെ ഒന്നും ഒരു 3.5mm ജാക്കിൽ നിന്ന് വരുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പഴയ ഡിവൈസിലേക്ക് പോകണമെന്നെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഈ പഴയ ഡിവൈസുകളെ പറ്റിയിട്ട് ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 2010 സമയമൊക്കെ ഉണ്ടല്ലോ. 2010 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2005 തൊട്ട് 2012 ആ ഒരു ടൈം പീരീഡ്. അപ്പോൾ ഈ സമയത്ത് ഈ മ്യൂസിക് സെൻട്രിക് ആയ കുറേ നല്ല ഫോണ്, ഈ ഗാഡ്ജറ്റും ഒക്കെ ഇറങ്ങുമായിരുന്നു, മ്യൂസിക് സെൻട്രിക് ആയിട്ടുള്ള. അപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഫോണ് ഇറക്കുന്നതിൽ കോമ്പറ്റീഷനൊക്കെ ആ സമയത്തുണ്ട്. അപ്പോൾ ഒരു പുതിയ മ്യൂസിക് പ്ലേ ബാക്ക് കൾച്ചർ, അതായത് ഇപ്പോഴത്തെ ഈ ഒരു പോർട്ടബിൾ പ്ലേ ബാക്ക് കൾച്ചറൊക്കെ ആ ഒരു സമയത്തായിരുന്നു ഇതിങ്ങനെ ബിൽഡപ്പായി വരുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഈ മ്യൂസിക് സീരീസ്, അതായത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ് ഓഫ് മൊബൈൽസിനും ഇതുപോലൊരു മ്യൂസിക് സീരീസ് ഉണ്ടാവും. അപ്പോൾ നോക്കിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ എക്സ്പ്രസ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീരീസ് ഓഫ് ഫോൺ, അതുപോലെ സോണിന്റെ ഡബ്ല്യു സീരീസ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ആദ്യ കാലത്ത് ഉണ്ടായിരുന്ന ഡബ്ല്യു സീരീസിനൊക്കെ ഹെഡ്ഫോൺ ജാക്കൊന്നും ഇല്ലാത്ത ടൈപ്പ് ആയിരുന്നു, ജസ്റ്റ് ലൗഡ് സ്പീക്കർ അത് കൂടെ കേൾക്കുക, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ LGന്റെ ഡൈനാമിറ്റ് സീരീസ്, അത് അധികം പോപ്പുലർ അല്ല. ഞാനൊരു ഫോൺ എന്തോ ഡൈനാമിറ്റ് കണ്ടിട്ടും ഉപയോഗിച്ചിട്ടൊക്കെ ഉള്ളത്. പിന്നെ ആപ്പിളിന്റെ ഐപോഡ്സ്, അത് ഐപോഡും ഈ പറഞ്ഞ പോലെ ഒരു ആപ്പിളിന്റെ വകയുള്ള മ്യൂസിക് ഒരു ഡിവൈസ് ആണ്. അപ്പൊ അങ്ങനെ പല ഡിവൈസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സൗണ്ട് വാർ, അതായത് ഈ മ്യൂസിക് ക്വാളിറ്റി അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാനായിട്ടുള്ള നല്ലൊരു ഡിവൈസ്, അപ്പൊ അങ്ങനെ ഒരു വാർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ആര് നല്ലത് ഇറക്കും എന്നുള്ളത്. ഇപ്പൊ ഈ ക്യാമറ എന്നൊക്കെ പറയുമല്ലോ, ഇപ്പോൾ ഏത് ഫോണിനാണ് നല്ല ക്യാമറ? ഇപ്പോൾ ആദ്യം ഒരു ഫോൺ എടുക്കുമ്പോൾ തന്നെ എല്ലാവരും ക്യാമറ നല്ലതാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സൗണ്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അത് പോയതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇറങ്ങുന്ന ഫോണിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നതൊക്കെ ആ ലെവലായിരിക്കും. കാരണം പരമാവധി എന്ത് കൊടുക്കാൻ പറ്റും അതാണ് അവർ ഡെലിവറി ചെയ്യാൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ അന്നുള്ള ഡിവൈസുകൾക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഹെഡ്ഫോൺസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ 50 ohmസിലൊക്കെ വർക്ക് ചെയ്യുന്ന വലിയ ഹെഡ്ഫോൺസ്. അപ്പോൾ അതൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പവറുള്ള ഫോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പണ്ടത്തെ ഇതിൽ മികച്ച ഓഡിയോ എന്ന് പറയുന്നല്ലോ, അപ്പോൾ ഇത് എന്തുകൊണ്ടിട്ടാണ് മികച്ച ഓഡിയോ എന്ന് പറയാം. അപ്പോൾ ഒന്നാമത് ഈ ഫോണുകളിലെ ഓഡിയോ ഡീകോഡ് ചെയ്യുന്നത് വളരെ ബിറ്റ് പെർഫെക്റ്റ് ആയിട്ട് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഓരോ ഇൻസ്ട്രുമെന്റും വളരെ പെർഫെക്റ്റ് ആയിട്ട് സൗണ്ട് ആണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അതായത് ഗിമ്മിക്കുകളൊന്നും ഇല്ല, എന്താണ് ആ ഓഡിയോ ഫയൽ അതിനെ അതേപടി തന്നെയാണ് കേൾപ്പിക്കുന്നത്. പക്ഷേ ഇന്നുള്ള ഈ ഫോണുകളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോട്ടോയ്ക്ക് സാച്ചുറേഷൻ കൂട്ടുന്ന പോലെ ഓഡിയോയ്ക്ക് ഒരു കളറൈസേഷനൊക്കെ വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് ബിറ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാതെ വരുമ്പോഴത്തേക്കും ഈ AI വെച്ച് എൻഹാൻസ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ഫോണിലൊക്കെ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ രണ്ടും തമ്മിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റി എപ്പോഴും ഈ പുതിയ ഫോണിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ആർട്ടിഫിഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ 2 പാട്ട് കേൾക്കുമ്പോഴത്തേക്കും തമ്മിൽ ഈ ക്വാളിറ്റി വ്യത്യാസം വളരെ ആഴത്തിലൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത്ര ഡിഫറൻ്റ് ആയിട്ട് സൗണ്ട് ചെയ്യുന്നതായിട്ട് തോന്നാറില്ല. അപ്പോൾ ഈ ഒരു എന്താ പറയുക, യുണീക്നെസ് തോന്നാത്തത് ഇത് എനിക്ക് മാത്രം തോന്നാതെ എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയ ഡിവൈസിൽ നമ്മളൊരു 250 kbps ഉള്ള ഒരു MP3 കേൾക്കുന്നത്, ഒരു 320 kbps ഉള്ള MP3 കേൾക്കുന്നതും നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് അങ്ങനെ വലുതായിട്ട് മനസ്സിലാവില്ല. പക്ഷേ അതൊരു പഴയ ഡിവൈസിലാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. 320 kbps കേൾക്കുന്ന MP3 എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. കാരണം ഒരൊറ്റ ബിറ്റ് പോലും മിസ്സാകാതെയാണ് അത് ഡീകോഡ് ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചത്. ഈ പുതിയ ഡിവൈസുകളിൽ ഇങ്ങനെ വരുന്നത് ഈ ആൻഡ്രോയിഡിൻ്റെ ഒക്കെ റീസാമ്പിളിങ്, അതുപോലെ ഐഫോൺ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു കളറിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാത്തത്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെ നിറ്റ്പിക്ക് ചെയ്ത് കേൾക്കുമ്പോഴാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ AI വെച്ച് ഫോട്ടോസ് എൻഹാൻസ് ചെയ്യൂല്ലേ, അപ്പൊ അതുപോലത്തെ ഒരു ടൈപ്പ് എഫക്റ്റ് ഓഡിയോയിലും വരുന്നുണ്ട്. അപ്പൊ പഴയ ഡിവൈസുകളുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഏതൊക്കെയാണ് പണ്ട് നല്ല ഓഡിയോ പ്ലേ ബാക്ക് തന്നിരുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നോക്കിയയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ നോക്കിയുടെ ബെസ്റ്റ് എന്ന് പറയുന്നത് N91 ആണ്. വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഫോണാണ്. ഓഡിയോയുടെ കാര്യത്തിൽ മാത്രമല്ല, ഡിസൈൻ ആയിക്കോട്ടെ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആയിക്കോട്ടെ, ഒരു ഇൻബിൽറ്റ് ഹാർഡ് ഡ്രൈവ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ നമുക്ക് ഓഡിയോയുടെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. കൂടുതൽ അറിയേണ്ടവർക്ക് ഗൂഗിൾ ചെയ്താൽ ഇതിനെപ്പറ്റി കുറേ അറിയാൻ പറ്റും. പക്ഷേ ഓഡിയോയുടെ കാര്യം ഞാൻ പറയാം. അപ്പം പിന്നെ അത് തോഷിബ ഡിസൈൻ ചെയ്തൊരു DAC 33 എന്ന് പറയുന്ന ഒരു ചിപ്പാണ് വെച്ചിരുന്നത്. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് DSP ചിപ്പായിരുന്നു ഇതിൻ്റെ അകത്ത് വെച്ചത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഹാർമൻ്റെ ഒരു ആമ്പ് കൂടെ അതിൻ്റെ അകത്തുണ്ട്. ഒരു ഇൻബിൽറ്റ് ആംപ്ലിഫയറും കൂടെ, ഓഡിയോ ആംപ്ലിഫയറും കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്.
ഉണ്ടായിരുന്നു, ഹാർമൻ ഡിസൈൻ ചെയ്തത്. അതായത് നമ്മുടെ JBLന്റെ ഒക്കെ മെയിൻ കമ്പനി ആയിട്ടുള്ള ഹാർമൻ കാർഡൻ. അപ്പോൾ ഒരു ഫോണും ഒരു ഓഡിയോ ഡിവൈസും കൂടെ ഒരൊറ്റ ഇതില്ലെന്നുള്ള രീതിയിൽ നോക്കി ഇറക്കിയതാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള സോണിയുടെ W സീരീസും അതുപോലെ ആപ്പിളിന്റെ iPods ഒക്കെ മുട്ടുകുത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയുടെ ഒരു നല്ല ഓഡിയോ ഡിവൈസ് എന്ന് പറയുന്നത് എക്സ്പ്രസ് മ്യൂസിക്കിന്റെ 5800 ഉണ്ട്, 5230 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അടിപൊളി ഓഡിയോ പ്ലേ ബാക്ക് തരുന്ന രണ്ട് ഡിവൈസാണ്. ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ടൊരു ഡാക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ആമ്പൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ എന്നാലും പുതിയ ഡിവൈസുകളെക്കാളൊക്കെ വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഓഡിയോ ആണ് അതിൻ്റെ അകത്തുനിന്നുള്ളത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഹെഡ്ഫോൺസ്, ഇയർഫോൺസ് അല്ല, ഹെഡ്ഫോൺസ്, വലിയ ഹെഡ്ഫോൺസ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക മോഡൊക്കെ ഉള്ളൊരു ഇതാണ്. ചാർജ് നല്ലപോലെ ഇറങ്ങി പോകും, പക്ഷേ നല്ല ക്വാളിറ്റി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് അതിൽ. അതായത് ഈ രണ്ടെണ്ണമാണ് എനിക്ക് തോന്നിയേക്കുന്ന ഏറ്റവും അടിപൊളി ഓഡിയോ എന്ന് തോന്നിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മീൻസ് ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വെക്കുക, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസാണ് N95 ഒരു ഓൾറൗണ്ടർ ഫോണാണ്. ഓഡിയോ ഒബ്വിയസ്ലി അടിപൊളി ഓഡിയോ ആണ്. അത് നോക്കിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിരുന്നു അന്നത്തെ. അതുപോലെ എക്സ്പ്രസ് മ്യൂസിക് ലൈനിൽ വരുന്ന X6, അത് എക്സ്പ്രസ് മ്യൂസിക്കിനെ X സീരീസ് ആക്കി നോക്കിയ, അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ X7 അടിപൊളിയാണ്. നോക്കിയുടെ N8, N9 ഇതൊക്കെ അടിപൊളിയാണ് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും N91 അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5800 ഇത് രണ്ടുമാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയേക്കുന്നത്. N91 ഒന്നും പറയാനില്ല, ഗോട്ട് ലെവൽ ഓഫ് സാധനമാണ്. പിന്നെ ഇത് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, എക്സ്പ്രസ് മ്യൂസിക് ലൈനപ്പിൽ വരുന്ന ഏത് ഫോൺ വേണമെങ്കിലും എടുത്തോ, അത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഡിവൈസുകളെക്കാളൊക്കെ എന്തുകൊണ്ടും നല്ല ഓഡിയോ തരും. 3.5mm ജാക്കിൽ നിന്ന് നല്ല ഓഡിയോ ആണ് വരുന്നത്. പുതിയ ഫോണുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല ഓഡിയോ അതിൽ നിന്ന് എന്തായാലും കിട്ടും. എക്സ്പ്രസ് മ്യൂസിക് ലൈൻ ആയാലും N സീരീസ്, E സീരീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നോക്കിയുടെ സജഷൻസ്. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. മൈക്രോസോഫ്റ്റ് സൂൺ HD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു iPod മാതിരിയായിട്ടുള്ള ഒരു മീഡിയ പ്ലേ ബാക്ക് സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് അധികം ഫേമസ് അല്ല, ഇത് കിട്ടാനും ഭയങ്കര പാടാണ്. പക്ഷേ പോർട്ടബിൾ ഓഡിയോയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അടിപൊളി ഓഡിയോ തന്നിട്ടിരുന്ന വെച്ചൊരു ഡിവൈസാണ് ഈ പറഞ്ഞ പോലെ സൂൺ HD, സൂൺ 30 ഇതൊക്കെ. ഈ സൂൺ സീരീസ് എല്ലാം അടിപൊളി ഓഡിയോ ആയിരുന്നു. ഇത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോൾസണിൻ്റെ ഒരു വോൾസം ഡാക്കാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരുന്നത്. അത് ഭയങ്കര വാമായിട്ട് സൗണ്ട് ചെയ്യുന്ന ഒരു ഡാക്കാണ്. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയണമെന്നില്ല. സൂൺ സീരീസ് കിട്ടാൻ പാടാണ്. എനിക്ക് കൊണ്ട് 10,000-40,000 രൂപയൊക്കെ ഇതിൻ്റെ യൂസ്ഡ് പീസ് തന്നെ വരുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഡിവൈസാണ്, ഭയങ്കര അടിപൊളിയായിട്ട് സൗണ്ട് ചെയ്യുന്ന ഡിവൈസാണ്. കിട്ടിയാൽ വാങ്ങിക്കുക, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ തന്നെ ഒരു വട്ടം എന്തോ യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. മൈക്രോസോഫ്റ്റിൻ്റെ റെയർ പീസാണ്. പിന്നെ ഉള്ളത് ബ്ലാക്ക്ബെറി ആണ്. ബ്ലാക്ക്ബെറിയുടെ Z10 അതുപോലെ Q10, ഈ Z10ഉം Q10ഉം അടിപൊളി ഡിവൈസുകളാണ്. അത് പറഞ്ഞ പോലെ നല്ല ഡാക്കൊക്കെ വെച്ച് ബ്ലാക്ക്ബെറി ഇറക്കിയൊരു 2 ഫോണുകളാണ്. റെയറാണ്, കിട്ടാൻ പാടാണ്. കിട്ടിയെടുക്കുക, ഒരു വെറൈറ്റിയാണ്. പിന്നുള്ളത് ഐപോഡാണ്. ഐപോഡിൻ്റെ ക്ലാസിക് അല്ലാത്ത സീരീസ് ഒന്നും എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ക്ലാസിക് വോൾസൺ ഡാക്ക് വരുന്ന ക്ലാസിക് സീരീസ് ഓഫ് ഐപോഡ്സ് എല്ലാം ഭയങ്കര വാമായിട്ട് സൗണ്ട് ചെയ്യുന്ന ഭയങ്കര അടിപൊളി ഓഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് കളറൈസേഷനും പരിപാടിയൊക്കെ പതിയെ വന്നു. പിന്നെ ഇപ്പോൾ കളറൈസേഷൻ്റെ എക്സ്ട്രീമാണ് ഐഫോണിൻ്റെ അകത്ത്. ക്ലാസിക് പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് ജെൻ തൊട്ടാണ് വോൾസൺ ഡാക്ക് യൂസ് ചെയ്യുന്നത്. 3rd gen, 4th gen, 5th gen, പിന്നെ 5th gen തന്നെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ ഉണ്ട്. അതാണ് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് പറയുന്നത്. 5th gen ഞാൻ കേട്ടിട്ടുണ്ട്, എൻഹാൻസ്ഡ് കേട്ടിട്ടില്ല. രണ്ട് സിമിലർ ആണെന്ന് പറയുന്നത്, എന്തോ ചെറിയ ഡിഫറൻസ് ആണ്. ഈ 5th എൻഹാൻസിന് 5.5th gen എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സിറസ് ഡാക്ക് വെച്ചിട്ടാണ് പിന്നെ ഐപോഡുകൾ ഇറക്കിയിരുന്നത്. പിന്നെ സോണിയുടെ ഒബ്വിയസ്ലി സോണി എറിക്സൺ സീരീസ്, W സീരീസ് പറഞ്ഞു കേട്ടേക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിച്ചേക്കുന്നതിൻ്റെ അത് 3.5mm ജാക്കൊന്നും ഇല്ലാത്തൊരു പഴയ കാലത്തൊരു സംഭവമാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് 3.5mm ജാക്കൊക്കെ ഇല്ല, അതുകൊണ്ട് കേൾക്കാത്തതുകൊണ്ട് ഒരെണ്ണം എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾ തന്നെ ഗൂഗിളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി സോണി എറിക്സൻ്റെ W സീരീസ് അല്ലെങ്കിൽ വോക്ക്മാൻ സീരീസ് ഓഫ് ഫോൺസ് മേ ബി കിട്ടിയേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു ടൈമിലുള്ളത്. പിന്നെ ആൻഡ്രോയിഡ് വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ആൻഡ്രോയിഡ് 5 മുതലാണ് സൗണ്ടിന് ഇമ്പോർട്ടൻസ് അവർ കൊടുത്തു തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പോൾ ഈ ജെല്ലി ബീൻ, കിറ്റ്കാറ്റ്, ലോലിപോപ്പ് ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ആൻഡ്രോയിഡ് ഓഡിയോക്ക് വലിയ ഇമ്പോർട്ടൻസും കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. സൗണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കേട്ടാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ആൻഡ്രോയിഡ് ആ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേട്ടാൽ മതി എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള ആൻഡ്രോയിഡ് ഫോണെല്ലാം ഈ സ്റ്റേബിളായി വന്നുകൊണ്ടിരുന്നൊരു സമയമാണ്. പെർഫോമൻസ് നന്നാക്കുക, അതുപോലെ യൂസർ ഇന്റർഫേസ് നന്നാക്കുക, ആ ഒരു തിരക്കിലാണ് അവർ ആ സമയത്തൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാകുന്ന കൂടി ഓക്കെ സൗണ്ട് അവിടെ ഉണ്ടല്ലോ, സൗണ്ട്
സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത്രയും മതി. ആ ഒരു ഇതിലാണ് ആൻഡ്രോയിഡ് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. പക്ഷേ ആ സമയത്ത് ആൻഡ്രോയിഡ് യൂസ് ചെയ്യാൻ വെച്ചാൽ ചില ബ്രാൻഡുകൾ അവർക്ക് ഈ വിട്ടുവീഴ്ച പറ്റൂല. കാരണം അവർക്ക് മാക്സിമം എന്താണ് കൊടുക്കാൻ പറ്റുന്ന ആ സാധനം കൊടുക്കണം. അത് പ്രധാനമായിട്ട് LG ഉണ്ട്, സോണി ഉണ്ട്, HTC ഉണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിനകത്ത് എക്സ്റ്റേണലായിട്ട് ഡാക്ക് വെച്ച്. അപ്പോൾ ആൻഡ്രോയിഡിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റീസാമ്പിളിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു റീസാമ്പിളിംഗ് മെത്തേഡ് ഉണ്ട്. അത് ഭയങ്കര അലമ്പായിട്ടുള്ള മെത്തേഡാണ്. ഓഡിയോയുടെ ക്വാളിറ്റി മൊത്തം പോവുക, ഭയങ്കര കളറൈസ് ആയിട്ടുള്ള ഓഡിയോ വരിക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരുതരം പ്ലാസ്റ്റിക് ഫീലാണ് വരുന്നത് ഈ റീസാമ്പിളിങ് കഴിയുമ്പോഴത്തേക്കും ഓഡിയോയ്ക്ക്. എന്ന് വെച്ചാൽ ഒരു ജീവനില്ലാത്ത ഒരുമാതിരി നിർവികാരത, എന്താ പറയുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഡിയോ ആണ് അതിൻ്റെ അകത്ത് വന്നിട്ടെന്ന് വെച്ചാൽ ആ സമയത്ത്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ടായിട്ട് നമ്മുടെ ലെനോവയൊക്കെ ഉണ്ടല്ലോ, ചെറിയ ബ്രാൻഡുകളൊക്കെ, അപ്പോൾ അവർ ഈ ഡോൾബി അറ്റ്മോസ് ഒക്കെ പോലത്തെ സോഫ്റ്റ്വെയർ വഴിയൊക്കെ ഇതിനൊക്കെ കുറേ ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഒരുവിധമൊക്കെ അതൊന്ന് ശരിയാക്കി കിട്ടും, വലിയ കുഴപ്പമില്ലാതൊന്ന് ഓക്കെ ലിസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും ഈ ഡോൾബി അറ്റ്മോസ് സോഫ്റ്റ്വെയർ എടുത്തപ്പോൾ, ഞാനാണെങ്കിൽ തന്നെ ഫോണുകളിലൊക്കെ ഫ്ലാഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ റിക്കവറി കയറി കസ്റ്റം റിക്കവറി ഒക്കെ ഇട്ട് ഡോൾബി അറ്റ്മോസ് ഫ്ലാഷ് ചെയ്ത് ഓഡിയോ ക്വാളിറ്റി കൂട്ടാനായിട്ടുള്ള പരിപാടികളൊക്കെ അന്ന് പലരും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മറ്റെന്താ പറയുക, തേങ്ങ പത്രച്ചാലും താളല്ലേ കറി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ആൻഡ്രോയിഡിന്റെ ഇത്. അപ്പോൾ HTC, സോണി, LGയിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡാക്ക് വെച്ചിട്ടുണ്ട്. പവർഫുൾ ആയിട്ടുള്ള ഡാക്ക് വെച്ചിട്ട് ഇതിനെ മറികടക്കാനാണ് നോക്കിയത്. കാരണം ഓക്കെ റീസാമ്പിൾ ചെയ്ത് വന്നോട്ടെ, പക്ഷേ നമ്മൾ വേറൊരു ഡാക്കും വേറൊരു ഓഡിയോ പ്രോസസ്സിംഗ് സിസ്റ്റം വെച്ചിട്ട് ഇതിനെ ചെയ്യുക എന്നുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ ഇത് ഒരു പരിധിവരെ ഈ റീസാമ്പിളിംഗ് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി എന്ന് പറയാം. എങ്കിലും ഒരു എന്താ ചേല് വരുന്നില്ലല്ലോ സജിയെ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഭയങ്കര ഫിഡിലിറ്റിയൊക്കെ കൂടിയിട്ടുണ്ട്, അതുപോലെ ആംപ്ലിഫിക്കേഷനൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒക്കെ ഒരു മെന വരുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റീസാമ്പിളിംഗ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നത്തിൽ നിന്നുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ ആ സമയത്ത് ഈ സോണിയും ഈ പറഞ്ഞ പോലെ ഇന്റേണൽ ഡാക്കൊക്കെ വെക്കുന്നുണ്ട്, 24 ബിറ്റ് ഡാക്കൊക്കെ അന്നും ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു C6 ഉണ്ടായിരുന്നു, നോക്കിയുടെ C6. ഞാൻ ഇതുപോലെ സോണീൻ്റെ ഒരു ആൻഡ്രോയിഡ് വന്നിട്ടുള്ള ഫോണുണ്ട്. നേരത്തെ W സീരീസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ആൻഡ്രോയിഡ് വന്നിട്ടുള്ള കൂട്ടുകാരന്മാരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ മോഡൽ ഓർക്കുന്നില്ല, സോണിൻ്റെ ആ ഫോണിൻ്റെ അകത്ത് ഒരു വലിയ JBL ഒരു ഹെഡ്ഫോൺ, അത് എനിക്ക് തോന്നുന്നു 10-40-50 ഓമെങ്കിലും വരും. അത് C6 ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യുവാണ്, സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക ഓഡിയോ നല്ല ക്വാളിറ്റിയിൽ കേൾക്കാം. പക്ഷേ സോണിക്ക് പറ്റുന്നില്ല. അത് എക്സ്പീരിയഡ് ഒരു ഡിവൈസ് ആയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ അവർ ഓഡിയോ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് ഒരു സോണീൻ്റെ തന്നെ സ്പെസിഫിക് ഹെഡ്ഫോണൊക്കെ വെച്ച് അങ്ങനെ ഇറക്കിയ ഒരു സാധനമാണ്. പക്ഷേ കാര്യമില്ല, ഒരു വൃത്തിക്ക് സൗണ്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന LGയുടെ V സീരീസ്, G സീരീസ് ഒക്കെ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊക്കെ, അതായത് ഈ ആംപ്ലിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ വരിക, അതുപോലെ ഒരു ഫിഡിലിറ്റി ഇല്ലാണ്ട് വരിക, ഇതൊക്കെ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ V സീരീസ് ഒക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. വലിയ തരക്കേടില്ലാത്ത ഓഡിയോ കിട്ടുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. ഇൻഫാക്ട് ഇന്നത്തെ ആൻഡ്രോയിഡ് ഫോണിനേക്കാളൊക്കെ അടിപൊളി ഓഡിയോ കിട്ടുന്ന ഫോണുകളാണ് ഈ V സീരീസ് ഒക്കെ. അതിൽ V30, V40, അതുപോലെ G7, V60, ഇതൊക്കെ ആ സമയത്തുള്ള നല്ല സൗണ്ട് വരുന്ന, ആ സമയത്തൊന്നല്ല ഇപ്പോഴും ആൻഡ്രോയിഡിൽ നല്ല സൗണ്ട് കിട്ടുന്ന അതിലൊക്കെ മാത്രമേ ഉള്ളൂ. സ്റ്റിൽ ഇപ്പോൾ ആൻഡ്രോയിഡിന്റെ റീസാമ്പിളിങ് അവർ നന്നാക്കിയെന്നുണ്ടെങ്കിലും ഫോണുകളിലൊന്നും നല്ല ഡാക്കൊന്നും ഇല്ല. പക്ഷേ ആൻഡ്രോയിഡിൽ ഇത് ബെസ്റ്റ് സൗണ്ടിങ് എന്ന് പറയുമ്പോഴും ആ ക്ലാസിക് ഡിവൈസ് ഉണ്ടല്ലോ, അതായത് സിംബിയനും അതുപോലെ ഐപോഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ട് വെച്ചാൽ ഒരു വാം ആൻഡ് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട്, അതൊന്നും ആൻഡ്രോയിഡിന്റെ ഈ പറഞ്ഞ ഫോണുകളിലൊന്നും കിട്ടുന്നില്ല. LGയുടെ കാര്യം പറഞ്ഞല്ലോ, LG നന്നായിട്ട് നല്ല സൗണ്ട് തരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്കത് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് അല്ല. മേ ബി പല ആൾക്കാർക്കും അത് ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷേ അത് എനിക്ക് ഭയങ്കര മടിയായിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ എന്താ സൗണ്ട് ചെയ്യുന്നത്. അപ്പം ഇനി പുതിയ ഈ ഒരു സമയത്തേക്കുള്ള ഇതിലേക്ക് വരാം. അതായത് ഇനിയിപ്പോൾ ഡാക്ക് നമുക്ക് ഫോണുകളിൽ എന്തായാലും ഒരു നല്ല സാധനങ്ങളൊന്നും വെച്ചിന് തരില്ല. അപ്പോൾ നമ്മളെന്തായാലും ഡാക്ക് വാങ്ങിക്കണം. അപ്പോൾ ഡാക്കിൻ്റെ സംഭവത്തിലേക്ക് വരാം. അപ്പോൾ ആൻഡ്രോയിഡ് ഈ റീസാമ്പിളിങ് വൃത്തിയടക്കം ഒരു പരമാവധി കുറച്ച് എന്നൊക്കെ തന്നെ പറയാം. ഐഫോണിൻ്റെ കാര്യം ഞാൻ എടുക്കുന്നില്ല, കാരണം 3.5mm ജാക്ക് വരെ എടുത്തങ്ങ് കളഞ്ഞ ടീംസാണ്. അവരാണ് ഈ സാധനം എടുത്ത് കളഞ്ഞത്, ഒരു കാര്യമില്ലാതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തെക്കോട്ട് മാറ്റി നിർത്തിയേക്കുവാണ്. അതിനെപ്പറ്റിയൊന്നും പറയണമെന്നില്ല. പിന്നെ ആൻഡ്രോയിഡും പല ഫോണുകളും 3.5mm ജാക്ക് ഒഴിവാക്കിക്കൊണ്ട് എന്താ പറയുക ഐഫോണിൻ്റെ ഒരു മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ഇപ്പോഴുള്ള ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്ന് ഇതെടുത്ത് മാറ്റുന്നുണ്ട് 3.5mm ജാക്ക് വേണ്ട എന്നുള്ളൊരു സെറ്റപ്പിലേക്ക്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ഉള്ള ഒരു മാർക്കറ്റിലെ ഒരു സീനേ അല്ല. അപ്പോൾ അതിനെപ്പറ്റി ആരും അധികം ബോധർ ചെയ്യുന്നില്ല, കേട്ടാൽ മതി എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഈ പറഞ്ഞ പോലെ ക്യാമറ നന്നാകുക, പെർഫോമൻസ് നന്നാകുക, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴും പോകുന്നത്. ഓഡിയോ എന്നുള്ളത് കേൾക്കാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു ഓഡിയോ ഫയൽ ആയിട്ടുള്ള ഒരാൾക്ക് ക്വാളിറ്റിയിൽ പാട്ട് കേൾക്കുക എന്നുള്ളത്, ഒരു നല്ല ഡാക്ക് വാങ്ങിക്കുക എന്നുള്ള അത് മാത്രമേ ഉള്ളൂ ചോയ്സ്. അതല്ലെങ്കിൽ പറഞ്ഞ പോലെ പഴയ ഫോണുകൾ തന്നെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പം ഇനി ആദ്യം പറഞ്ഞ സംഭവം
സംഭവത്തിലേക്ക് വരാം. നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3000 തൊട്ട് നല്ല ഡാക്ക് ഉണ്ട്. പക്ഷേ ക്ലാസിക് ഫോണൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഡിവൈസ് ഒക്കെ ആ ഒരു 3000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയോ ക്വാളിറ്റി എന്നൊരു സംഭവത്തിന് ബെസ്റ്റ് അതായിരിക്കും. പക്ഷെ ഒരു 7000 എബോ വരുന്ന ഇപ്പോൾ നമ്മൾ ഈ ക്ലാസിക് ഫോൺ എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതൊരു 7000 മേലെ അല്ലെങ്കിൽ 5000 ഓർ 7000 അതിന് മേലെയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് ഒരു എക്സ്റ്റേണൽ ഡാക്ക്, അതിൽ നല്ല എക്സ്റ്റേണൽ ഡാക്കുകളൊക്കെ ഇപ്പോൾ കിട്ടും, സൗണ്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഡാക്ക് കിട്ടും, അത് വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ക്ലാസിക് ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ അതിൽ എല്ലാ ഫോർമാറ്റുകളൊന്നും സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ 16 ബിറ്റ് മേ ബി സപ്പോർട്ട് ചെയ്യുള്ളൂ, 24 ബിറ്റ് ഓഡിയോ അതിനകത്ത് വരില്ല. അങ്ങനെ ചില ഫോണുകൾക്ക് അങ്ങനെ ഉണ്ട്. ഈ 5800 N91 അങ്ങനെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് 24 ബിറ്റ് ഒന്നും പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില ഓഡിയോ ഫയലൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം അതിൻ്റെ അത് പ്ലേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പോലെ ജസ്റ്റ് സ്ട്രീമിംഗ് ആപ്പ് വഴി നമുക്ക് പാട്ടിടുന്ന പോലെ അത്ര എളുപ്പത്തിൽ വെക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് എന്താ പറയുക, സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്യുന്നു, പാട്ട് പ്ലേ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ നടക്കില്ല. അപ്പം നമ്മൾ പാട്ട് കയറ്റി അങ്ങനെ കേൾക്കാനേ പറ്റുള്ളൂ. ഓൺ ദ ഗോയിലൊക്കെ കേൾക്കുന്നവർക്ക് അതൊരു നല്ല ഒരു പരിപാടി ആയിരിക്കില്ല. പിന്നെ ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന സംഭവം പറഞ്ഞില്ലേ, അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ USB 2 ഒക്കെ ആയിരിക്കും അതിൻ്റെ ഈ പറയുന്ന ഡിവൈസുകളൊക്കെ ഉള്ളത്. അതുപോലെ പഴയ മറ്റേ ബ്ലൂടൂത്തിൻ്റെ വേർഷൻ, വൈഫൈൻ്റെ വേർഷൻ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു വല്ല 1 MB/s ആയിരിക്കും നമുക്ക് സെൻഡ് ചെയ്യാനും അതിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു 10 പാട്ട് കയറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭഗീരഥ പ്രയത്നമുള്ള പരിപാടിയായിരിക്കും. പിന്നെ ഐപാഡിൻ്റെ കാര്യം പറയാൻ വേണ്ട, അതിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് ഇതിന് ബാക്കിയുള്ള എല്ലാ ഡിവൈസിനേക്കാളും ഒരു പാടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പ്ലേലിസ്റ്റ് ഉണ്ടാക്കണം, പ്ലേലിസ്റ്റ് എക്സ്പോർട്ട് ചെയ്യണം, അങ്ങനത്തെ പരിപാടി. പിന്നെ ഇത് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂസ്ഡ് പീസാണ്. എപ്പോൾ അടിച്ചു പോകുന്നുള്ള കാര്യം നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നിന്നൊക്കെ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ ഉപയോഗിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ഒക്കെ വരും. അപ്പം നമ്മൾ ഒരു എക്സ്റ്റേണൽ ഡാക്ക് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുപോലെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് വെറുതെ ഒന്ന് പ്ലേ ബാക്ക് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിഫൈ എന്നൊക്കെ പ്ലേ ബാക്ക് ചെയ്യാം. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ പരിപാടിയാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഡാക്ക് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഒരു 5-7 രൂപയ്ക്കൊക്കെയാണ്, 3000 ആണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു ഓപ്ഷനായിട്ട് വെക്കാം ഒരു പഴയ ഡിവൈസൊക്കെ വാങ്ങിക്കുന്നത്. അതിന് മേലെ 5000-7000 ഒക്കെ കൊടുത്ത് പഴയ ഡിവൈസ് വാങ്ങിച്ച് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനേക്കാളും നല്ല ഡാക്കൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഒരു നല്ല ഡാക്ക് വാങ്ങിക്കുക, 5000 തൊട്ടൊക്കെ അടിപൊളി ഡാക്ക് കിട്ടും. അത് വാങ്ങിച്ച് വെച്ച് കേൾക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഡാക്ക് വെച്ചുകൊണ്ട് എങ്ങനെ ആൻഡ്രോയിഡ് ഓഡിയോ നന്നാകുന്നെന്ന് ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോൺ വെച്ച് ഓഡിയോ പ്രോസസ്സ് ചെയ്യുന്നതിന് പകരം ഡാക്കിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഓഡിയോ കൊടുക്കുകയാണ്. അപ്പോൾ ഡാക്ക് ആയിരിക്കും ഓഡിയോ പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് റീസാമ്പിളിങ് അവിടെ സ്കിപ്പ് ആകും. ആൻഡ്രോയിഡ് റീസാമ്പിൾ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആ ഓഡിയോ ഫയൽ നമ്മുടെ ഡാക്ക് തന്നെയായിരിക്കും പ്രോസസ്സ് ചെയ്ത് ഡാക്ക് തന്നെയായിരിക്കും അത് കേൾപ്പിക്കുന്നത്. അപ്പോൾ ആ ആൻഡ്രോയിഡിന്റെ റീസാമ്പിളിങ് വൃത്തികേട് അവിടെ ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് മാറ്റുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞത് ഒരു ബഡ്ജറ്റിനെ മുൻനിർത്തി വെച്ചിട്ടാണ്. പക്ഷെ നിങ്ങൾ ഈ ഓഡിയോ ഒക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു ഓഡിയോ ഫയൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു വട്ടമെങ്കിലും ഈ ഞാൻ പറഞ്ഞ ക്ലാസിക് ഡിവൈസുകളൊന്ന് കേട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇതിനിടയ്ക്ക് ഭ്രാന്ത് ഉണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി. അപ്പോൾ അങ്ങനെ കേൾക്കണമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ ഒരു ഓഡിയോ കൾച്ചർ ഉണ്ടല്ലോ, അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ഈ നേരത്തെ ഉള്ള ഇതിൻ്റെ സൗണ്ടിങ്. അപ്പോൾ ഒരു ക്ലാസിക് സൗണ്ടിങ് നിങ്ങൾക്ക് അതൊന്ന് കേട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ബിറ്റ് റേറ്റ് മാറുന്നതനുസരിച്ച് ക്വാളിറ്റിയുടെ ആ ഒരു ഡിഫറൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ അകത്ത് അധികം അത് മനസ്സിലാകും, പക്ഷെ നമുക്കത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവില്ല. പക്ഷേ പഴയ ഡിവൈസിലൊക്കെ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് അത് മനസ്സിലാവും. പിന്നെ ഇതിനപ്പുറത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലാസിക് സൗണ്ടിങ് ഉണ്ടല്ലോ. ഇപ്പോൾ നോക്കിയക്ക് തന്നെ നോക്കിയുടെ ഒരു സൗണ്ടിങ് ഉണ്ട്, അവരുടെ ഒരു ടോണാലിറ്റി, അവർ ഓരോ ഇൻസ്ട്രുമെന്റ് ടോൺ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതൊക്കെ ഒരു ഇപ്പോഴത്തെ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ഡിവൈസിൽ ഒരു 10 പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും എന്തോ ഒരു സിമിലാരിറ്റി ഉള്ള പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ സൗണ്ട് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ പണ്ട് ആ ഫയൽ എന്താണ് അത് തന്നെയാണ് കേട്ടിട്ടിരുന്നത് വെച്ചത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ പറ്റി ഇത്രയും നേരം കുറേ സാധനങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സംഭവങ്ങൾ ഈ ഓഡിയോ ഫയൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ പല ആൾക്കാർക്കും അത്ര ദഹിക്കുന്ന സംഭവമല്ല. ഇത് എൻ്റെ ഒരു POV എന്നിട്ട് പറഞ്ഞതാണ്. അതായത് ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ ഒരു സംഭവത്തിൽ നിന്ന് പറഞ്ഞേക്കുന്നതാണ്. ഇതിന് എതിരഭിപ്രായമായിട്ട് റെഡിറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന് എതിരായിട്ടുള്ള കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. പഴയ ഡിവൈസുകൾക്കെല്ലാം പഴഞ്ചൻ ഓഡിയോ ആണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ ഒരു സംഭവം. ഇപ്പോൾ ഒരു 3000 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ഒരു ഡിവൈസ് ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതല്ല ഒരു 5000 തൊട്ടിട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും പഴയ ഡിവൈസുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. പുതിയ നല്ല സൗണ്ട് ചെയ്യുന്ന ഡാക്കുകളുണ്ട്. ആ ഡാക്കുകൾ വാങ്ങിക്കുന്നതാണ് ഒരു 5000-7000 തൊട്ടിട്ട്. അതായത് നിങ്ങൾ പൈസ കൺസിഡർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ. അതല്ല നിങ്ങൾക്ക് പഴയ സൗണ്ട് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പഴയ കുറച്ച് ഡിവൈസൊക്കെ വാങ്ങിച്ചൊന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും.